മൂന്നാർ മാട്ടുപ്പെട്ടിയിലെ വഴിയോരക്കട കാട്ടാന ആക്രമിച്ചു. ഇത് നമ്മുടെ സ്ഥിരം കക്ഷി പടയപ്പ. പച്ചക്കറി ഉൾപ്പെടെ ഒരുപാട് നശിച്ചു. ഇന്നലെയും പടയപ്പ വഴിയോരക്കടകൾ ആക്രമിച്ചിരുന്നു. രാഹുൽ വിജയൻ ചേരുകയാണ്. പടയപ്പ നിൽക്കുന്ന കണ്ടില്ലേ? പടയപ്പ ഇപ്പോൾ അവിടുത്തെ ഒരു പൗരനായിട്ടുണ്ട്. പുള്ളിക്ക് ഒരു സിറ്റിസൺഷിപ്പ് കൂടെ കൊടുത്താൽ കംപ്ലീറ്റ് ആയി. ഓക്കെ രാഹുൽ പറയൂ. എസ്കേൻ, പടയപ്പ ചെറിയ തോതിലൊരു പ്രശ്നക്കാരനായി മാറുകയാണോ ഈ 2 ദിവസങ്ങളിൽ എന്നുള്ളത് സംശയിക്കേണ്ടി വരും. കാരണം ഇന്നലെയും വഴിയോരക്കട ആക്രമിച്ചിരുന്നു. ഇന്നിപ്പോൾ പുലർച്ചെയും ആ വഴിയോരക്കട ആക്രമിച്ചിരിക്കുകയാണ്. മാട്ടുപ്പെട്ടിയിലാണ് കാട്ടാന നിലവിലുള്ളത്. ആ വഴിയോരക്കട ആക്രമിച്ച് പച്ചക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിടുകയും അത് ഭക്ഷിക്കുകയും ഈ പടയപ്പ ചെയ്തിട്ടുണ്ട്. പിന്നീട് കുറെ നേരം ഈ റോഡിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയായിരുന്നു. RRT എത്തിയാണ് ഈ കാട്ടാനയും അവിടെ നിന്ന് റോഡിൽ നിന്ന് മാറ്റിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. പിന്നീട് നെറ്റിമേട് ഭാഗത്ത് ഇന്നലെ രാത്രിയിൽ കാട്ടാന എത്തിയിരുന്നു. ലയങ്ങളോട് ചേർന്നാണ് കാട്ടാന എത്തിയത്. ആ ലയങ്ങൾക്ക് സമീപത്തുള്ള വാഴ ഉൾപ്പെടെയുള്ള കൃഷികൾ കാട്ടാന നശിപ്പിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കാട്ടാന വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്ന ഒരു ചെറിയ പരാതിയായി തന്നെ നാട്ടുകാർ മുന്നോട്ട് പലപ്പോഴായിട്ട് വെച്ചിട്ടുണ്ട്. അതിനൊരു പരിഹാരം വേണമെന്ന് വനംവകുപ്പിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ആന ആളുകളെ ആക്രമിക്കാതെ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കാതെ RRTയുടെ നിരീക്ഷണമുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും നിലവിൽ ജനവാസ മേഖലയിൽ തന്നെ പടയപ്പ തുടരുകയാണ്. എന്തായാലും വലിയ ശക്തമായി തന്നെ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തുടരുകയും ചെയ്യുന്ന സ്കെയിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.